എല്ലാവർക്കും പുതിയൊരു ടോപ്പിക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. പക്ഷെ അത് ഒരു പൊതുനിരത്തിൽ അല്ലെങ്കിൽ ഒരു സമൂഹ മധ്യത്തിൽ വെച്ച് നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിക്കോട്ടെ, ആരാണേലും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ എന്ത് വീട്ടിലെ പ്രശ്നങ്ങളും ഒരിക്കലും ഒരു പൊതുനിരത്തിൽ വെച്ച് അത് ചർച്ച ചെയ്യാതിരിക്കുക, വാഗ്വാദം നടത്താതിരിക്കുക. കാരണം അവിടെ സമൂഹത്തിൽ ഒരുപാട് പേരെ നിങ്ങളെ ഉറ്റുനോക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ച് നിങ്ങളൊരു സീൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും നിങ്ങളെ എന്താ പറയുന്നത്, എല്ലാവരും നമ്മൾ കാഴ്ചക്കാരായിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വില അവിടെ കളയുകയാണ് ചെയ്യുന്നത്. ഇന്ന് ഞാൻ നേരിട്ട് കണ്ടൊരു കാഴ്ചയാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 10 വർഷത്തിന് മുന്നേ ഒക്കെ എനിക്ക് തോന്നുന്നു കുറച്ച് മദ്യപിച്ച വ്യക്തികളൊക്കെ ചിലപ്പോൾ അവരുടെ ഭാര്യയോട് വഴക്കുണ്ടാവാം, അല്ലെങ്കിൽ തിരിച്ച് കുറച്ച് വഴക്കൊക്കെ ഉണ്ടായി നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം അങ്ങനത്തുള്ള കാഴ്ചകളൊക്കെ കുറവാണ്, അങ്ങനെയൊന്നും കാണുന്നത് തന്നെ അപൂർവമാണ്. പക്ഷെ ഇന്ന് ഞാൻ സമൂഹത്തിൽ കണ്ടാൽ വളരെ നല്ല മാന്യത ഉള്ള ഒരു, കണ്ടാൽ നല്ല ടിപ് ടോപ്പിലൊക്കെ ഡ്രസ്സ് ചെയ്ത വളരെ നല്ല സ്റ്റാറ്റസ്, ഹൈ സ്റ്റാറ്റസ് ഉള്ള രണ്ട് വ്യക്തികൾ, ഹസ്ബൻഡും വൈഫും ഒരു ഓഫീസിൽ നിന്ന് ഇറങ്ങി വരികയാണ്. അപ്പം ഞാൻ അവരെ ക്രോസ് ചെയ്ത് അങ്ങോട്ട് നടന്നു പോയപ്പോൾ അവിടെ കുറേ അധികം ആൾക്കാർ അവിടെ ഓഫീസിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പാസ് ചെയ്ത് പോയ സമയത്ത് അദ്ദേഹം ചോദിക്കുകയാണ്, കീ എന്ത് ചെയ്യുന്നു ചോദിക്കുകയാണ്. ഉടനെ അവർ പറയുകയാണ്, എന്നോടാണോ ചോദിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് തട്ടിക്കീറും. ആ മനുഷ്യൻ രാജാനുബാഹുവായ മനുഷ്യൻ, അതേപോലെ തന്നെ വൈഫും. അപ്പൊ ശരിക്കും അവരിൽ നിന്ന് ഭയങ്കരമായിട്ട് അയാളെ പേടിപ്പിക്കുന്നു. അപ്പൊ നമ്മൾ അന്തിച്ച് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ നോക്കി, എന്താ ഇവരിങ്ങനെ പരിസരം മറന്ന് അദ്ദേഹത്തോട് ദേഷ്യപ്പെടുന്നത്. അദ്ദേഹം പെട്ടെന്ന് സൈലന്റ് ആയിട്ട് നിന്നിട്ട് എന്തോ ഒരു പരിങ്ങി എല്ലാരെയും നോക്കുന്നു. അദ്ദേഹത്തിന് ഇൻസൾട്ടായി അത് അദ്ദേഹത്തിന്റെ മുഖത്തൊന്നും. എല്ലാരും ആ സ്ത്രീയാണെങ്കിൽ അവിടെ ഇരിക്കുന്ന ഒരു മനുഷ്യനെ ശ്രദ്ധിക്കുന്ന പോലുമില്ല. അവര് ഹസ്ബൻഡിനോട് ഭയങ്കരമായിട്ട് തട്ടിക്കീറുന്നു, എന്തൊക്കെയോ പറയുന്നു. വീട്ടിലെന്തോ പ്രശ്നമാണ്, കീ ഒക്കെ എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞിട്ട് എന്നോടാണോ ചോദിക്കുന്നത്, അതാണ്. പക്ഷെ അത് അവരാ പറഞ്ഞ ആ ആറ്റിറ്റ്യൂഡ്, അത് അവിടെ ഇരുന്ന് എല്ലാവർക്കും പെട്ടെന്ന് ഭയങ്കര അരോചകമായി. അതുപോലെ ഇത്രയും ഒരു മനുഷ്യനെ ഒരു പെട്ടെന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ചാൽ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം ചുറ്റിനും ഇരിക്കുന്ന എല്ലാ മനുഷ്യരെയും ശ്രദ്ധിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മുഖമൊക്കെ ആകെ മഞ്ഞളിച്ചൊരുമാതിരി ഇരിക്കുന്നു. പക്ഷെ ആ സ്ത്രീ ആണെങ്കിൽ അവിടെ ഇരിക്കുന്ന ഒരു വ്യക്തികളെ പോലും നോക്കുന്നില്ല. അവർ അദ്ദേഹത്തെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് എന്തൊക്കെയോ ഷൗട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അവരുടെ സൗണ്ട് റൈസ് ആവുന്നുണ്ട്, അത് അവർക്ക് മനസ്സിലാകുന്നില്ല. സിനിമയെ പറയുന്ന പോലെ അത് അവരുടെ ടോൺ ആയിരിക്കാം. പക്ഷേ എന്നാണെങ്കിലും നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ സ്വന്തം വസ്തു തന്നെയാണ്. പക്ഷെ അതിൽ നിങ്ങൾക്ക് അവകാശവും അധികാരവും ഒക്കെ ഉണ്ട്. പക്ഷെ അതൊരിക്കലും ഒരു സമൂഹത്തിൽ വെച്ച് ആ അധികാരം, ആ അവകാശം അതൊക്കെ പ്രകടിപ്പിക്കാതിരിക്കുക. കണ്ടു നിൽക്കുന്നവർക്ക് ഭയങ്കര അരോചകം തോന്നും. നമുക്ക് ഭയങ്കര എനിക്ക് സിമ്പതി തോന്നി ആ മനുഷ്യനോട്. അപ്പൊ നിങ്ങൾ പറയും ഞാൻ വലിയ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ നടത്തുകയാണ്, ഇപ്പൊ സ്ത്രീകളോട് ഇങ്ങനെ പെരുമാറില്ലേ. ഇങ്ങനെ ഈ പാർഷ്യാലിറ്റി പറയുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇപ്പം ഭാര്യ ആയാലും ഭർത്താവായാലും തെറ്റ് ചെയ്താൽ രണ്ടും ഈക്വൽ ആണല്ലോ. അതിനിപ്പം ആണുങ്ങൾ ചെയ്തു പെണ്ണുങ്ങൾ ചെയ്തു എന്നൊന്നുമില്ല. പക്ഷെ ഇന്നത്തെ ആ സീൻ എനിക്ക് ഭയങ്കരമായിട്ട് വേദന തോന്നി. നിങ്ങൾ വീട്ടിൽ വെച്ച് നിങ്ങളുടെ ബെഡ്റൂമിൽ വെച്ച് നിങ്ങൾ എന്തോ പറഞ്ഞ് വഴക്കിട്ടു. പക്ഷെ ഈ പൊതുനിരത്തില് ഒരുപാട് ആൾക്കാർ കൂടുന്ന സമൂഹത്തില്, അതിപ്പം ഏറ്റവും വലിയ ഹൈ ലെവൽ സ്റ്റാറ്റസ് ഉള്ള ആൾക്കാർ തൊട്ട് ഏറ്റവും താഴത്തെ ലെവൽ ആൾക്കാർ പോലും ഒരു മര്യാദ കാണിക്കാറുണ്ട്. ഭാര്യയെ വഴക്ക് പറയുമ്പോൾ അല്ലെങ്കിൽ ഭർത്താവിനെ വഴക്ക് പറയുമ്പോൾ നിങ്ങൾ വീട്ടിൽ സംസാരിക്കുന്ന അതേ ടോണില് നിങ്ങൾ പുറത്തിറങ്ങി മിതത്വം പാലിക്കുക. നിങ്ങൾക്ക് എന്തും പറഞ്ഞ് ഷൗട്ട് ചെയ്യാനുള്ള അധികാരമുണ്ട്. അത് സമൂഹത്തിൽ പൊതുനിരത്തിൽ വെച്ചല്ല, വീട്ടിൽ ചെന്നിട്ട്. കാരണം സമൂഹത്തിൽ നിങ്ങൾ വലിയ എന്തോ ആണെന്ന് ഭാവിക്കാൻ വേണ്ടി അവരോട് സംസാരിക്കുമ്പോൾ ഒരുപാട് മനുഷ്യരാവും നിങ്ങളെ നോക്കുന്നുണ്ട്. നിങ്ങളെ അപ്പോൾ നിങ്ങൾ പറയും, ഓ എന്നെ സമൂഹത്തിലുള്ളവരെയൊക്കെ നോക്കിയിട്ട് എന്താ കാര്യം. അങ്ങനെയല്ല. ഇപ്പൊ അങ്ങനെയാണെങ്കിൽ സമൂഹത്തിൽ നമ്മൾ പാലിക്കേണ്ട പലവിധ മിതത്വങ്ങളുണ്ടല്ലോ. അങ്ങനെ നമുക്ക് അങ്ങനെ എന്താണ്, ഒന്നും ബാധിക്കാൻ നടക്കുന്ന വ്യക്തികളും ഉണ്ടാവാം. പക്ഷെ നമ്മൾ മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്യുന്നതിന് ഒരു പരിധി വെക്കുക, ഒരു ലിമിറ്റ്. എത്രയാണേലും നിങ്ങൾ വീട്ടിലെ ഞാൻ അപ്പോൾ ആലോചിച്ചത് ഇങ്ങേരുടെ അവസ്ഥ വീട്ടിൽ എന്തായിരിക്കുമെന്നാ. അത്രയും പെട്ടെന്ന് നമുക്ക് ഒരു വിഷമം തോന്നുന്നൊരവസ്ഥ. ഇത് ശരിക്കും ജെന്യുവൻ റീസൺ ഒന്നും നമുക്കറിയില്ല എങ്കിൽ പോലും ആ ഒരു ഷൗട്ട് ചെയ്ത രീതി അതൊട്ടും ശരിയായില്ലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഇനിയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ വീട്ടിൽ പറഞ്ഞു തീർക്കുക. ഇനി അഥവാ പുറത്ത് വെച്ച് ഷൗട്ട് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായെങ്കിൽ തീർച്ചയായിട്ടും അത് വീട്ടിൽ ചെന്നതിന് ശേഷം സംസാരിക്കുക. ഓക്കെ, താങ്ക് യു, ടേക്ക് കെയർ. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കേൾക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.